സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ അന്വേഷണ സംഘം പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തും. 12 മണിക്കാണ് മൊഴി രേഖപ്പെടുത്തുക. സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് രഞ്ജിത്ത് ലൈംഗികമായി ഉപദ്രവിച്ചു എന്നായിരുന്നു പരാതി. അഭിജിത്ത് മുഴക്കുന്ന് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, മദ്യം നൽകി നഗ്നചിത്രങ്ങൾ പകർത്തി എന്നതടക്കമൊക്കെയുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടി? അനുജ, 12 മണിയോടെയാണ് അന്വേഷണ സംഘം കോഴിക്കോട് എത്തുക. ഈ യുവാവിൽ നിന്ന്, പരാതിക്കാരനായ യുവാവിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുക്കും. നേരത്തെ ഗുരുതരമായ ചില ആരോപണങ്ങൾ സംവിധായകനായ രഞ്ജിത്തിനെതിരെ ഈ യുവാവ് ഉന്നയിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് തന്നെ ബാംഗ്ലൂരുവിലേക്ക് വിളിച്ചു വരുത്തി അവിടെ ഹോട്ടൽ റൂമിൽ വെച്ച് മദ്യം നൽകി ക്രൂരമായി ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളതായിരുന്നു. 2012 ഈ സംഭവം നടക്കുന്നത്. അന്ന് തനിക്ക് കോഴിക്കോട് വെച്ചാണ് രഞ്ജിത്തിനെ താൻ പരിചയപ്പെടുന്നതെന്നും പിന്നീട് ബംഗളൂരുവിലേക്ക് ചെല്ലാൻ തന്നോട് ആവശ്യപ്പെട്ടു. ബംഗളൂരുവിൽ താജ് ഹോട്ടലിലെത്തിയ തന്നെ മദ്യപിച്ചു, തനിക്ക് മദ്യം നൽകി, അതിനുശേഷം ക്രൂരമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് യുവാവ് നൽകിയിരിക്കുന്ന പരാതി. അതിനുശേഷം തൻ്റെ ചിത്രങ്ങൾ ഒരു പ്രമുഖയായ നടിക്ക് ഈ സംവിധായകനായ രഞ്ജിത്ത് അയച്ചു കൊടുത്തു എന്നുള്ള ഒരു ആരോപണം കൂടി നിലവിൽ ഈ യുവാവ് ഉന്നയിക്കുന്നുണ്ട്. അതിനുശേഷം താൻ പലരോടും, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പലരോടും തൻ്റെ പരാതി അറിയിച്ചിരുന്നു. പക്ഷേ അതൊന്നും വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടില്ല എന്നും യുവാവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണുമ്പോൾ വെളിപ്പെടുത്തിയിരുന്നു. നേരത്തെ ഈ ബംഗാളി നടി രഞ്ജിത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിനു പിന്നാലെയാണ് ഈ ഒരു വെളിപ്പെടുത്തലുമായി ഈ യുവാവും രംഗത്തെത്തിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തനിക്ക് ചില സമ്മർദ്ദങ്ങൾ ചില കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിലവിൽ യുവാവ് പറയുന്നുണ്ട്. ഈ പരാതിയിൽ നിന്ന് പിന്നോട്ട് മാറാൻ, പരാതി പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ രീതിയിലുള്ള സമ്മർദ്ദം കൂടി തനിക്ക് വരുന്നു എന്നുള്ളതാണ് യുവാവ് പറയുന്നത്. ഏതായാലും അന്വേഷണ സംഘം 12 മണിയോടുകൂടി കോഴിക്കോടെത്തും. ഈ യുവാവിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും. അനുജ, രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിലാണ് അന്വേഷണ സംഘം പരാതിക്കാരന്റെ മൊഴി ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് രേഖപ്പെടുത്തുന്നത്.